ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് പിന്നെയും ചേച്ചി കിച്ചണിലാട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരുപാട് ഹെൽത്തി ഫുഡല്ല, പക്ഷെ സാധനങ്ങളൊക്കെ ഹെൽത്തിയാണ്. നമ്മൾ എണ്ണയിലാണെന്ന് വറക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്നത് നല്ലതല്ല, ഇടയ്ക്ക് കഴിച്ചാൽ ഓക്കെ ആയിരിക്കും അല്ലേ. ഇന്ന് വേറൊന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്, കട്ട്ലേറ്റാണ്. ഞാനിവിടെ ഇടയ്ക്കൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പം എല്ലാവർക്കും ഇഷ്ടമാവാറുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ചാരിറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ ഓരോ തരത്തിലുള്ള ഫുഡ് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഏറ്റെടുക്കുന്നത് കട്ട്ലേറ്റാണ്, സ്നാക്സിൻ്റെ ഒരു ഐറ്റത്തിൽ. അപ്പം ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. നിങ്ങളും കൂടിയും എൻ്റെ കൂടെ വരുവാണെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ടും വളരെ സ്വാദോടും കൂടി ഉണ്ടാക്കാം. വരുന്നോ? നിങ്ങളൊക്കെ ആരെങ്കിലും കട്ട്ലേറ്റ് വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? പിന്നെ എൻ്റെ കൂട്ടിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ കിച്ചണിലേക്ക് വരൂ. അപ്പം നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ട്യൂണയാണ്. നമുക്കിവിടെ ടിന്നിൽ കിട്ടും ട്യൂണ. ഇതുപോലെ വരും, ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ ഈ ബ്രാൻഡ് എടുത്തിരിക്കുന്നത്. മറ്റുള്ള ബ്രാൻഡുകളൊക്കെ വാങ്ങിച്ചിട്ടും ഈ ബ്രാൻഡാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരിക്കുന്നത്. ഇത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഓയിലെല്ലാം കളഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇത് പിന്നെ വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക്. പിന്നെ അത് വറുത്തെടുക്കാനുള്ള, നമ്മൾ മുട്ടയിലാണല്ലോ അത് പൊരിച്ചെടുക്കുന്നത്. മുട്ടയിൽ മുക്കിയിട്ടാണല്ലോ നമ്മൾ ബ്രെഡ് ക്രംസിലാക്കുന്നത്. അപ്പോൾ അത് റെഡിയാണ്. ഇനി അതിന് വേണ്ട പൊടി ഐറ്റംസ്, ഞാൻ പെരിഞ്ജീരകം പൊടിച്ചു വിടാം, പൊടിക്കാതെ ഇടാം. ഞാൻ പൊടിക്കാതെ ഇടുന്നത്, അതപ്പോൾ ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇത് ഏലക്കായുടെ പൊടിയാണ് അത്. പിന്നെ ഇത് ഞാൻ ഇച്ചിരി മീറ്റ് മസാല ഇടും. മീൻ ആണെങ്കിലും ഇച്ചിരി മീറ്റ് മസാല ഇടുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ട പൊട്ടറ്റോ ഞാനത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒനിയൻ, എല്ലാവർക്കും ഇഷ്ടമുള്ള കരിവേപ്പില, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. ആദ്യം നമുക്കിതിൻ്റെ കൂട്ട് റെഡിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഫ്രൈങ് പാൻ വെച്ചു. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് ഒഴിച്ചു അതിനകത്ത്. അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒനിയൻ ഇടാം. അതൊന്ന് പഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് 1 by 1 ആയിട്ട് പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില, വെളുത്തുള്ളി നല്ല ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒനിയൻ ഇങ്ങനെ ആവുന്ന സമയത്ത് തന്നെ ഈ പെരിഞ്ജീരകം ഇടും. അപ്പോൾ അതിങ്ങനെ ഒരു വറുത്ത രൂപത്തിൽ നമുക്കത് കിട്ടും ലാസ്റ്റ് ആവുമ്പോൾ. അപ്പോൾ കടിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ട് തോന്നുവേ. ഞാൻ അത് ആദ്യം തന്നെ അങ്ങ് ഇടും. ഇത് വഴന്ന് വരാനായിട്ട് അല്പസമയം എടുക്കുമല്ലോ. അതിനിടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ഞാൻ റെഡിയാക്കുന്നത് ഈ ഇങ്ങനത്തെ സവോള അരിഞ്ഞിട്ട് ഇതല്പം ഉപ്പിട്ട് വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഞരടി അതിൻ്റെ നീരങ്ങെടുത്ത് കളയും. അപ്പോൾ ഇത് വെറുതെ സവോള മാത്രമുള്ള ഉപ്പ് അല്പമുണ്ട്. ഇനി അതിൻ്റെ കൂടെ പച്ചമുളകും കരിവേപ്പിലയും മാത്രം അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് ഇതിൽ അല്പം വിനാഗിരിയും അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നിങ്ങളൊരു ദിവസം കഴിച്ചു നോക്കുക കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ കട്ട്ലേറ്റ് കൂടി അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര രുചിയാണ്. നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് വരും. വേറെ ഒന്നും ചെയ്യേണ്ട അതിനകത്ത്. അപ്പം നമ്മുടെ ഈ സവോളയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി വഴന്ന് നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൊടികളിടാം. പൊടികൾ ആദ്യം എപ്പോഴും മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത പൊടികളിടാം കേട്ടോ. കുരുമുളക് ഇട്ടാലേ ഇതിന് ശരിക്കൊരു ടേസ്റ്റ് ഉള്ളൂ കട്ട്ലേറ്റിന്. അതുപോലെ തന്നെ ബാക്കി എല്ലാ പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ പൊടി ഇട്ടു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് അധികം നേരം കഴിയുന്നതിന് മുൻപ് തന്നെ ബാക്കി പൊട്ടറ്റോയും ചൂണയും ചേർക്കാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനിടാം. പിന്നെ ആദ്യം പൊട്ടറ്റോയാണ് ചേർക്കുന്നത്, കാരണം ഇത് കുറച്ചൊന്ന് ഇതാവാനുണ്ട്. ഉപ്പ് ചിലപ്പോൾ അല്പം കുറവായിരിക്കും. നമുക്കൊരു തുള്ളി ഉപ്പിടേണ്ട വരും.
അധികം ഇടില്ല, കാരണം ഈ ട്യൂണയ്ക്ക് അകത്ത് ഉപ്പുള്ളത് കൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇട്ട് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. അപ്പം കറക്റ്റ് ഈ ചങ്കായിട്ടും കൂടെ പോരും. എന്താ ഇങ്ങനെ ഞാൻ 6 എടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാർക്കും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നന്നാവാണെങ്കിൽ കൊടുക്കാം അല്ലേ? നിങ്ങളിവിടെ ഇല്ലല്ലോ എൻ്റെ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരായിരുന്നു. അപ്പോൾ ആദ്യം 2-3 എണ്ണം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്തിടാവേ, അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് തീ ഒന്ന് കുറയ്ക്കുക. ഞാനിപ്പോൾ ഇത് 9 ഇട്ടിരിക്കണേ, ഒരു 6 മതി. ഇനി അതിൻ്റെ ചൂടിൽ ആയിക്കോളും തന്നെ ഇരുന്നിട്ട്. ഇനി ബാക്കിയുള്ള ചൂടയും കൂടി ഇടാം നമുക്ക്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യാമല്ലോ, ബീഫും ചിക്കനും ഒക്കെ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യണത് ഇതാണ്. എനിക്കൊന്ന് ചിക്കൻ ഇതുപോലെ തന്നെ വേവിച്ചിട്ട് വെള്ളമില്ലാതെ മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കേണ്ടി വരുമായിരിക്കും. ഇങ്ങനെ പൊടി പൊടി പോലെ കിട്ടണമല്ലോ. എനിക്ക് എപ്പോഴും ഈസി ഇത് ചെയ്യാനാണ്. എല്ലാം ഇട്ടിട്ടുണ്ട്, 6 എണ്ണം ഇട്ടു. ഇനി നമ്മുടെ ജോലി നന്നായിട്ട് മിക്സ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത്? ഡിഫറെൻ്റ് ആണെങ്കിൽ പറയണേ. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രൈയിങ് പാൻ വെച്ച് നമുക്കിതിന് വറുത്തെടുക്കണം. അതാണ് അടുത്ത പ്രൊസീജിയർ. നമുക്ക് നോക്കാം, നല്ലതാവുമെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയില്ല, ഒന്ന് നോക്കാം അല്ലേ? ഉപ്പ് വേണം, അപ്പം അല്പം കൂടി ഉപ്പിടണം. എരിവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സവോളയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിനുണ്ട് എരിവ്. ഒരുപാട് എരിവ് വേണ്ട. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കും. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണേ. ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ കുറച്ചെടുക്കുള്ളൂ, ഒരുപാട് വലുതാക്കില്ല. ഒരുപാട് വലുതായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മൊരിയില്ല, നന്നായിട്ട് മൊരിയണം എല്ലാവർക്കും. അപ്പോൾ അതേ ഇങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. വേറെയൊക്കെ ഷേപ്പിലൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിങ്ങനെ കുറച്ചാക്കി വെക്കും. എന്നിട്ട് മുട്ട 2 എടുത്തേ, അതിൻ്റെ വെള്ള എടുത്തു, മഞ്ഞ എടുത്തു. ആദ്യമൊക്കെ വെള്ള മാത്രമേ എടുക്കുള്ളായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 എടുക്കാം. 2 എടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചു വെച്ചു. എന്നിട്ട് ആദ്യം, എനിക്ക് എപ്പോഴും ഡൗട്ട് വരും, ആദ്യം മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് ചെയ്യാം. നമുക്ക് മുട്ടയിൽ മുക്കി ഇനി ബ്രെഡ് ക്രംസ് എല്ലായിടത്തും ഒന്ന് ശരിയാവണേ. എന്നിട്ട് ഇത് ആയി കാണണം. ആയി നല്ല ഷൂന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതെല്ലാം അതുപോലെ തന്നെ ചെയ്യാം. ഇനി ഇതിന്റെ രുചി നമുക്ക് നോക്കണം, എന്നാലാണ് കോൺഫിഡന്റ് ആവുള്ളൂ ഓക്കെ ആണോ എന്ന് അറിയാനായിട്ട്. ഒരു 4 എണ്ണം വരെ 6 എണ്ണം വേണമെങ്കിൽ പോവും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതണു. നിങ്ങൾ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഉണ്ടാക്കി ചേച്ചിയോട് പറയണേ ഉണ്ടാക്കിയെന്നു. ഒരുപാട് ചിലവൊന്നും വേണ്ടല്ലോ ഇതിന്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ചിക്കനൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഒരു അല്പം ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, ശരിയാവുണ്ടോന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ ചേച്ചിയോട്. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. 2, 4, 5 ആയി ഒരെണ്ണോടെ ഇടാം. എന്നിട്ട് അത് മറച്ചിടുന്നു. ഒരുപാട് വേവ് വേണ്ടല്ലോ, ഓൾറെഡി ഇത് വഴന്നതാണല്ലോ. റെഡി ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് കയ്യിലൊക്കെ റെഡിയാണേ. ഒന്നും കൂടി ആവണം മറക്കണമെന്നുണ്ടെങ്കിൽ. നിങ്ങൾക്ക് നല്ല മണം വരുന്നുണ്ടോ കട്ട്ലേറ്റിന്റെ? നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അല്ലേ കട്ട്ലേറ്റിന്റെ എന്തൊരു മണമല്ലേ ശരിക്കും പറഞ്ഞാൽ. നാട്ടിലൊക്കെ വരുമ്പോൾ ഏറ്റവും ആദ്യം ഹോട്ടലിലേക്ക് വരുമ്പോൾ സ്നാക്സ് നമ്മൾ ഏറ്റവും ആദ്യം കട്ട്ലേറ്റാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. 2 എണ്ണം വെച്ചെടുക്കാം ഇതായതുകൊണ്ട്.
എന്നിട്ട് ഞാൻ എപ്പോഴും ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മീതെ 2 ടിഷ്യൂ ഇടും. കാരണം ആ ടിഷ്യൂലേക്ക് ഇതിൻ്റെ എണ്ണ അബ്സോർബ് ആകുമ്പം അത്രയും കുറവല്ലേ നമുക്കിടെ ശരീരത്തിലേക്ക് ചെല്ലുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഷേപ്പ് അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷെ ഷേപ്പിനേക്കാൾ കൂടുതൽ സ്വാദ് ഉണ്ടായാൽ മതിയല്ലോ. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല നല്ല ക്രഞ്ചി ആയിട്ടിരിപ്പുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടില്ല. ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ തിരിച്ചു വരേണ്ടതായിരിക്കും കേട്ടോ. ഇനി ബാക്കിയുള്ള കൂട്ട് നമുക്കിപ്പം ഉണ്ടാക്കണ്ടെങ്കിൽ ഇപ്പം നാളെ മറ്റന്നാൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇപ്പം നെക്സ്റ്റ് വീക്കിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കമൻറ്റുകൾ പോരട്ടെ, റെസിപ്പികൾ പോരട്ടെ, അഭിപ്രായങ്ങൾ പോരട്ടെ. താങ്ക് യു. ഹലോ കൂട്ടുകാരെ, അപ്പം ഇന്ന് ലിസ്റ്റേജിയുടെ കിച്ചണിൽ ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആയിട്ട് ഞങ്ങളുടെ എന്താ പറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്ത് കോശിച്ചായനും രഞ്ജുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുവാണ്. അവിടെ ചെന്നപ്പം ഞങ്ങൾക്ക് എന്താ പറയുന്നത് ഇരട്ടി മധുരം പോലെ ഞങ്ങൾക്ക് വേറെ 2 ഫാമിലിയെയും കിട്ടി. നെൽസൺ, ഫെമി ആൻഡ് ജെയ്സൺ ആൻഡ് ബിബിന ആൻഡ് കുഞ്ഞു ബേബി. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം ഇന്ന് ഇവർക്ക് ഈ കട്ട്ലേറ്റ് ഒന്ന് കൊടുക്കുവാണ്. മക്കളെ ചേച്ചി ഉണ്ടാക്കിയ കട്ട്ലേറ്റ് ആണ്. അതിൻ്റെ കൂടെ സാലഡും ഉണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ മുളകുണ്ടോ എന്ന് പറയൂ കേട്ടോ. അതുകൊണ്ട് ഇച്ചിരി സാലഡ് എടുത്തേ. ശരിക്കും ശരിക്കും ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക് യു. സാലഡ് നല്ലതായോ? ഓക്കെ. അപ്പൊ നന്നായെന്നാണ് റിവ്യൂ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കോശാന്റെ രഞ്ജുവിന്റെയും കൂടി അഭിപ്രായം അറിയണം. എന്നിട്ട് വേണം ഇനി നമുക്ക് ഉണ്ടാക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പൊ താങ്ക് യു ജെയ്സ, ബിബിന, ഫെമി ആൻഡ് നെൽസ. കോശാനും രഞ്ജുവിനും ഇത് ടേസ്റ്റ് നോക്കാനായിട്ട് കൊടുക്കുവാണേ. പക്ഷെ ഇത് കൂട്ടി കഴിക്കണേ. ഇത് കൂട്ടി കഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. രഞ്ജു കൂട്ടി കഴിക്കും. ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കൂടി അറിയാലോ. എമ്മിയാണോ? കോശിച്ചാൻ പറയട്ടെ. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് പോവാം. താങ്ക് യു.